शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति ओम शांति ओम शांति। ഓം ശാന്തി. ഇന്ന് മകരസംക്രാന്തി ദിനം. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന ശുഭമുഹൂർത്തം. ഉദിച്ചുയരുന്ന സൂര്യ തേജസ്സിന് മുന്നിൽ കൂരിരുട്ട് അലിഞ്ഞില്ലാതാകുന്നത് പോലെ സ്നേഹത്തിൻ്റെ മഹനീയ സന്ദേശം പകർന്നു നൽകി മാനവഹൃദയങ്ങളിൽ പരിവർത്തനത്തിൻ്റെ തിരുനാളം കൊളുത്തുന്ന ഒരു പുണ്യ ദിവസം. സാധാരണ ഈ ദിവസങ്ങളിൽ ചില ദേശങ്ങളിൽ പട്ടം പറത്തി ആഘോഷിക്കാറുണ്ട്. അപ്പോൾ അതിശക്തമായ കാറ്റ് എന്നത് പട്ടത്തിന് ഒരു തടസ്സമല്ല ഒരിക്കലും. മറിച്ച് വീണ്ടും ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ് പട്ടം കാറ്റിനെ കരുതുന്നത്. അതുപോലെ ബാബ ഇന്ന് പറയുകയാണ്, മായ നമ്മുടെ മുന്നിൽ ഒരു ബോക്സറിനെ പോലെ വരും. അപ്പോൾ നമ്മൾ നിർഭയരായിട്ടിരിക്കണം. എങ്ങനെയാണ് മായാജി ആയിത്തീരേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ബാബ ഇന്ന് മുരളിയിൽ പറയുന്നുണ്ട്. മുരളി ശ്രദ്ധിക്കാം. ഇന്നത്തെ ഡേറ്റ് 14/1/26. मीठे बच्चे, कदम कदम बाप की श्रीमत पर चलते रहो. एक बाप से ही सुनो तो माया का वार नहीं होगा.
മധുരമായ കുട്ടികളെ, ഓരോ ചുവടിലും ബാബയുടെ ശ്രീമതത്തിൽ നടക്കൂ. ഓരോ ചുവടിലും ബാബയുടെ ശ്രീമതത്തിൻ്റെ ആധാരത്തിൽ നടക്കൂ. ഓരോ ചുവടും. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കൂ. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കൂ. അപ്പോൾ മായ യുദ്ധം ചെയ്യാൻ വരികയില്ല. മായയുടെ യുദ്ധമുണ്ടാകാൻ സാധ്യമല്ല. ഒരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കൂ. അപ്പോൾ മായയുടെ യുദ്ധമുണ്ടാകാൻ സാധ്യമല്ല. प्रश्न, ऊंच पद प्राप्त करने का आधार क्या है? ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള ആധാരം എന്താണ്? ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള ആധാരം എന്താണ്? उत्तर, ऊंच पद प्राप्त करने के लिए बाप के हर डायरेक्शन पर चलते रहो. ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ വേണ്ടി ബാബയുടെ ഓരോ നിർദ്ദേശത്തിൻ്റെ മുകളിലും നടന്നുകൊണ്ടിരിക്കും. ഓരോ നിർദ്ദേശമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ വേണ്ടി ബാബയുടെ ഓരോ നിർദ്ദേശമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. ബാബ് കാ ഡയറക്ഷൻ മില ഓർ ബച്ചോം നെ മാന. ബാബയുടെ നിർദ്ദേശം ലഭിച്ചു, കുട്ടികളത് അംഗീകരിച്ചു. ബാബയുടെ നിർദ്ദേശം ലഭിച്ചു, കുട്ടികളത് അംഗീകരിച്ചു. രണ്ടാമത്തേത്, ഇസ് റുഹാനി സർവീസ് മേം ലഗ് ജാവോ. ഈ ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുക. ഈ ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുക. തുമേ ഓർ കോയിക്ക് യാദ് നഹി ആനി ചാഹിയെ. നിങ്ങൾക്ക് മറ്റാരുടെയും ഓർമ്മ വരരുത്. നിങ്ങൾക്ക് മറ്റാരുടെയും ഓർമ്മ വരരുത്. ആപ് മുയെ മർ ഗയി ദുനിയ തബ് ഊഞ്ച് പദ് മിൽ സക്താ ഹെ. താങ്കൾ മരിച്ചാൽ ലോകവും മരിക്കും. അപ്പോൾ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. താങ്കൾ മരിച്ചാൽ ലോകവും മരിക്കും. അപ്പോൾ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ്, ബാബയുടെ ഓരോ നിർദ്ദേശവും അനുസരിച്ച് നമ്മൾ നടക്കണം. രണ്ടാമത്തെ പോയിൻ്റ്, ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുക. ഗീത്, തുമേം പാക്കെ ഹംനെ. താങ്കളെ പ്രാപിച്ച ഞങ്ങൾ. ओम शांति. मीठे मीठे रूहानी बच्चों ने यह गीत सुना. वो है भक्ति मार्ग का गाया हुआ. മധുര മധുര ആത്മീയ കുട്ടികൾ ഈ ഗീതം കേട്ടല്ലോ. അതെല്ലാം ഭക്തി മാർഗത്തിൽ പാടിപ്പെട്ടതാണ്. ഇസ് സമയ ബാബ് ഇസ്കാ രഹസ്യ സംസാത്തെ ഹെ. ഈ സമയത്ത് ബാബ ഇതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബच्चे भी समझते हैं अब हम बाप से बेहद का वर्षा पा रहे हैं. കുട്ടികളും മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത സ്വത്ത് നമ്മൾ പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹ് രാജ്യ ഹമാര കോയി ചീൻ ന സക്കെ. ആ രാജ്യം നമ്മളിൽ നിന്ന് ആരും തട്ടിക്കൊണ്ടു പോവുകയില്ല. താങ്കളെ പ്രാപിച്ച് ഞങ്ങൾ മുഴുവൻ വിശ്വവും പ്രാപിച്ചു എന്നാണ് ഗീതം. അതുകൊണ്ട് ബാബ പറയുകയാണ്, ആ രാജ്യം നമ്മളിൽ നിന്ന് ആരും തട്ടിക്കൊണ്ടു പോവുകയില്ല. ഭാരത് കാ രാജ്യ ബഹുത്തോം നെ ചീന ഹേന. മുസൽമാനോം നെ ചീന, അംഗ്രേസോം നെ ചീന. ഭാരതരാജ്യം അനേകർ പിടിച്ചെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ പിടിച്ചെടുത്തു, ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. വാസ്തവമേം പെഹ്ലെ തോ രാവണനെ ചീന ഹെ ആസുരി മത് പർ. വാസ്തവത്തിൽ ആദ്യം നമ്മളിൽ നിന്ന് ഈ രാജ്യം തട്ടിയെടുത്തതാരാണ്? രാവണനാണ്, ആസുരീയ മതത്തിലൂടെ. यह जो बंदरों का चित्र बनाते हैं, हियर नो ഈവിൽ, സീ നോ ഈവിൽ, ഇൻകാ ഭി കോയി രഹസ്യ ഹോഗാന. ബാബ പറയുകയാണ്, കുരങ്ങന്മാരുടെ ചിത്രം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. മോശമായത് കേൾക്കരുത്, കാണരുത്, പറയരുത് തുടങ്ങിയവ.
ഇതിൻ്റെയും കൂടി തീർച്ചയായിട്ടും എന്തെങ്കിലും രഹസ്യമുണ്ടായിരിക്കും. ഗീതത്തിന് രഹസ്യമുണ്ടായിരിക്കും, അതേപോലെ തന്നെ ഈ ചിത്രങ്ങൾക്കും കൂടി രഹസ്യമുണ്ടായിരിക്കും. बाप समझाते हैं एक तरफ है रावण की आसुरीय संप्रदाय जो बाप को नहीं जानते हैं. ബാബ മനസ്സിലാക്കി തരുന്നു, ഒരു ഭാഗത്ത് രാവണൻ്റെ ആസുരീയ സമ്പ്രദായമാണ്, അതായത് ബാബയെ അവിടെ അറിയുന്നില്ല. ദൂസരി തരഫ് ഹോ തും ബച്ചെ, മറുഭാഗത്താരാണ് നിങ്ങൾ കുട്ടികൾ. तुम भी पहले नहीं जानते थे, बाप इनके लिए भी सुनाते हैं कि इसने भी बहुत भक्ति की है, इनका यह है बहुत जन्मों के अंत का जन्म. ആദ്യം നിങ്ങളും കൂടി ഇതൊന്നും അറിയുമായിരുന്നില്ല, ഈ കാര്യങ്ങളൊന്നും. ബ്രഹ്മബാബയെക്കുറിച്ച് പറയുകയാണ്, അവരും കൂടി ഇതൊന്നും അറിയുമായിരുന്നില്ല, ധാരാളം ഭക്തി ചെയ്തിരുന്നു. ഇത് ഇവരുടെ അനേക ജന്മങ്ങളുടെ അന്ത്യത്തിലെ അവസാനത്തെ ജന്മമാണ്. യഹി പെഹലെ പാവൻ ഥേ അബ് പതിത് ബനേ ഹെ, ഇവർ ആദ്യം പാവനരായിരുന്നു, ഇപ്പോൾ പതിതരമായിരിക്കുകയാണ്. ഇൻകോ മേ ജാൻതാ ഹൂം അഭി തും ഓർ കിസ്കി മത് സുനോ, ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ മറ്റാരുടെയും അഭിപ്രായങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. ബാബ് കെഹത്തെ ഹേ മേ തും ബച്ചോം സെ ബാത് കർത്താ ഹൂം, ബാബ പറയുകയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളോടാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. हाँ, कभी कोई मित्र संबंधी आदि को ले आते हैं तो थोड़ी बात कर लेता हूँ. എപ്പോഴെങ്കിലും ഏതെങ്കിലും മിത്രസംബന്ധികളെ കൊണ്ടുവരുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കേണ്ടതായിട്ട് വരും. പഹലി ബാത്തോ ഹെ പവിത്ര ബന്നാ ഹെ തഭി ബുദ്ധിമേം ധാരണ ഹോഗി, ആദ്യത്തെ കാര്യം പവിത്രതയുടേതാണ്, പവിത്രമായിരിക്കണം, ആകേണ്ടതുണ്ട്, എന്നാലേ നമ്മുടെ ബുദ്ധിയിൽ ഇതെല്ലാം ധാരണ ഉണ്ടാവുകയുള്ളൂ. यहां के कायदे बहुत कड़े हैं. आगे कहते थे 7 रोज़ भट्टी में रहना है और कोई की याद न आए न पत्र आदि लिखना है. ഇവിടുത്തെ നിയമങ്ങൾ കുറച്ച് കടുത്തതാണ്. മുൻപൊക്കെ പറയുമായിരുന്നു, ആരംഭത്തിലൊക്കെ 7 ദിവസത്തെ ഭട്ടിയിലിരിക്കണം, ആ സമയത്ത് ആരെയും ഓർമ്മിക്കരുത്, ഒരു പത്രം, ഒരു കത്ത് പോലും അവിടെ എഴുതരുത്, അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു ആദ്യ ആരംഭത്തിലൊക്കെ. രഹോ ഫൽ കഹാംബി, എവിടെ നിങ്ങൾ വസിച്ചാലും ഈ ഒരു കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് പാലിക്കണം. അതായത് ഭട്ടിയിൽ 7 ദിവസം ഇരിക്കുക, ഒരു കത്ത് പോലും എഴുത്ത് പോലും ഒന്നും എഴുതരുത്, ആരുടെയും ഓർമ്മ ആ സമയത്ത് ഉണ്ടാകരുത്. പരന്തു സാരാ ദിൻ ഭട്ടിമേം രഹനാപ്പടെ, പക്ഷെ മുഴുവൻ എവിടെ ഇരുന്നാലും മുഴുവൻ ദിവസവും ഭട്ടിയിലിരിക്കണം. അഭി തോ തും ഭട്ടിമേം പട്കർ ഫിർ ബാഹർ നിക്കൽത്തെ ഹോ, കോയി തോ ആശ്ചര്യവത്ത് സുനന്തി കഥന്തി അഹോമായ ഫിർ ഭാഗന്തി ഹോ ഗയേ. ഇപ്പോൾ നിങ്ങൾ പട്ടിയിലിരുന്ന് അതിനുശേഷം പുറത്തേക്ക് വരുന്നു. ചിലരെന്ത് ചെയ്യും, ആശ്ചര്യത്തോടെ കേൾക്കും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, പിന്നീട് അവസാനം ആര് പിടിക്കും, മായ പിടിക്കും, മായ പിടിച്ചിട്ട് ഓടിപ്പോകും. യഹേ ബഡി ഭാരി മൻസിൽ, ബാബ പറയുകയാണ്, വളരെ ഉയർന്ന തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമാണിത്. ബാപ് കാ കെഹന നിഹി മാൻതെ, ഇവിടെ ബാബ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. ബാബ് കെഹത്തെ ഹേ തും തു വാനപ്രസ്ഥി ഹോ തും ക്യൂ മുഫ്ത് മേം ഫസ് പടേ ഹോ, ബാബ പറയുകയാണ്, നിങ്ങൾ വാനപ്രസ്ഥ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു, അത്രയും അനുഭവ സമ്പന്നരായി തീർന്നിരിക്കുന്നു, പിന്നീട് എന്തിനാണ് ഇതിൽ കുടുങ്ങിക്കിടക്കുന്നത്. തും തോ ഇസ് റുഹാനി സർവീസ് മേം ലഗ് ജാവോ തുമേം ഓർ കോയിക്ക് യാദ് നഹി ആനി ചാഹിയെ, നിങ്ങൾ ഈ ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കും, മറ്റാരുടെയും ഓർമ്മ നിങ്ങളിൽ വരരുത്. ആപ് മുയേ മർഗയി ദുനിയ തബ് ഊഞ്ച് പദ് മിൽ സക്താ ഹെ, എപ്പോഴാണ് നമുക്ക് ഉയർന്ന പദവി ലഭിക്കാൻ സാധിക്കുക എന്നും കൂടി ബാബ പറയുന്നു. താങ്കൾ മരിച്ചു, അപ്പോൾ ഈ ലോകം തന്നെ മരിച്ചു, അപ്പോൾ നമുക്ക് ഉയർന്ന പദവിയിൽ എത്താൻ സാധിക്കും. തുമേ ഓർ കോയിക്ക് യാദ് നഹി ആനി ചാഹിയെ, തുമാരാ പുരുഷാർത്ഥ് ഹി ഹേ നർസേ നാരായൺ ബന്നേഗി, ആരുടെയും ഓർമ്മ വരരുത്, നിങ്ങളുടെ പുരുഷാർത്ഥം തന്നെ ഇതാണ്, നരനിൽ നിന്ന് നാരായണനായി മാറേണ്ടതിൻ്റെ. കദം കദം ബാബ് കി ഡയറക്ഷൻ പർ ചലനാ പടേ, ഓരോ ചുവടിലും ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കണം. പരന്തു ഇസ്മേം ഭി ഹിമ്മത്ത് ചാഹേ, പക്ഷേ ഇതിൽ വളരെയധികം ധൈര്യം ആവശ്യമാണ്. സിർഫ് കെഹനെ കി ബാത് നഹി ഹേ മോഹ് കി രഗ് കം നഹി ഹേ നഷ്ടോ മോഹ ഹോനാ ഹേ, കേവലം പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല, ഭയങ്കര ധൈര്യം വേണം, ഇതൊക്കെ പറഞ്ഞു ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ആകുന്നില്ല. ബാബ പറയുകയാണ്, അതിലേക്ക് വേണ്ട വലിയൊരു കാര്യമാണ് നഷ്ടോമോഹികളായി മാറേണ്ടതിൻ്റെ. കാരണം എന്താണ്, മോഹത്തിൻ്റെ ചരട് അത്രയും വലുതാണ്, ഒട്ടും കുറവല്ല എന്നാണ് ബാബ പറയുന്നത്.
മേരാ തോ ഏക് ശിവ് ബാബ ദൂസറാ ന കോയി. എൻ്റേതായി ഒരേ ഒരു ശിവ് ബാബ, രണ്ടാമതായി വേറെ ആരും തന്നെയില്ല. ഹം തോ ബാബ കി ശരൺ ലേത്തെ ഹേ, ഹം വിഷ് കഭി നഹി ദേംഗെ. നമ്മൾ ബാബയുടെ ശരണം പ്രാപിക്കുകയാണ്, നമ്മൾ ഒരിക്കലും മറ്റാർക്കും വിഷം കൊടുക്കുകയില്ല. തും ഈശ്വർ തരഫ് ആത്തെ ഹോ തോ മായാ ഭി തുംകോ ചോടേഗി നഹി ഖൂബ് പച്ചാടേഗി. നിങ്ങൾ ഈശ്വരൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മായ ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കുകയില്ല. നമ്മളെ ധാരാളമായിട്ട് മായ എന്ത് ചെയ്യും, ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ജൈസെ വൈദ്യലോ കഹത്തെ ഹേ ഇസ് ദവായി से पहले सारी बीमारी बाहर निकलेगी, डरता नहीं यह भी ऐसे है. ഏതുപോലെ വൈദ്യർ പറയാറുണ്ട്, ഈ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ആദ്യം ഈ രോഗം മുഴുവൻ പുറത്തേക്ക് വരും, അതിൻ്റെ സൂചനകൾ സിംറ്റംസൊക്കെ പുറത്തേക്ക് വരും, കാണിക്കുമെന്ന്. അപ്പോൾ ബാബ അതുപോലെ പറയുകയാണ്, ഒരിക്കലും അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇതും കൂടി അത്തരത്തിൽ തന്നെയാണ്. മായ ഖൂബ് സതായേഗി, വാനപ്രസ്ഥ അവസ്ഥാമേം ഭി വികാർ കെ സങ്കല്പ് ലേ ആയേഗി. മായ നമ്മളെ അത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കും. എന്ത് ചെയ്യും, വാനപ്രസ്ഥ അവസ്ഥയിലും കൂടി നമുക്ക് വികാരത്തിൻ്റെ സങ്കല്പങ്ങളൊക്കെ മായ എന്ത് ചെയ്യും, കൊണ്ടുവരും. മോഹ് ഉൽപ്പന്ന ഹോ ജായേഗ, അവിടെ മോഹം ഉൽപ്പന്നമാകും. ബാബ പെഹ്ലെ സെ ഹി ബാത് ദേത്തെ ഹേ കി യഹ് സബ് ഹോഗ, ജഹാൻ തക് ജിയേംഗെ യഹ് മായ കി ബോക്സിംഗ് ചലത്തെ രഹേംഗി. അപ്പോൾ ബാബ ആദ്യം തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്, ഇതെല്ലാം ഉണ്ടാകും. എപ്പോൾ വരെ നിങ്ങൾ ജീവിക്കുന്നു അപ്പോൾ വരെ മായയുടെ ബോക്സിംഗ് നടന്നുകൊണ്ടിരിക്കും എന്നാണ് ബാബ പറയുന്നത്. മായാ ഭി പെഹൽവാൻ ബൻ തുംകോ ചോടേഗി നഹി. മായയും കൂടി ഗുസ്സിക്കാരനായിട്ട് വന്ന് നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കുകയില്ല. ഈ ഡ്രാമമേ നൂന്ത് ഹെ, പക്ഷേ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഡ്രാമയിൽ ഫിക്സാണ്. मैं थोड़े ही माया को कहूँगा कि विकल्प न लाओ. ബാബയ്ക്ക് മായയോട് പറയാൻ സാധ്യമല്ല, അതായത് ഒരിക്കലും എൻ്റെ കുട്ടികളുടെ നേരെ വികല്പങ്ങളൊന്നും കൊണ്ടുവരരുതെന്ന് ബാബ പറയുകയാണ്, എനിക്ക് മായയോട് പറയാൻ സാധ്യമല്ല. ബഹുത് ലിഖ്തേ ഹേ ബാബ കൃപാ കരോ, മേ തോടെ ഹി കിസ് പർ കൃപാ കരൂങ്ക. ചിലരിങ്ങനെ എഴുതും, ബാബ എൻ്റെ മുകളിൽ അല്പം കൃപ കാണിക്കൂ, ഈ മായയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്നൊക്കെ എഴുതാറുണ്ട്. ബാബ പറയുകയാണ്, എനിക്ക് ആരിലും കൃപ കാണിക്കാനും കൂടി സാധ്യമല്ല. യഹാം തോ തുംകോ ശ്രീമത് പർ ചലനാ ഹെ, ഇവിടെ നിങ്ങൾ ശ്രീമതത്തിലൂടെ നടക്കണം. കൃപ കരും ഫിർ തോ സബ് മഹാരാജ ബൻ ജായേ. ഇനി അഥവാ കൃപ കാണിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാവരും ആരായി മാറും, മഹാരാജാക്കന്മാരായിട്ട് മാറും. ഡ്രാമാ ഭി നഹി, ഈ ഡ്രാമയിൽ കൂടി ഇത്തരത്തിലില്ല. സബ് ധർമ്മവാലെ ആത്തേയും, എല്ലാ ധർമ്മത്തിലുള്ളവരും ഇവിടെ വന്നു ചേരും. जो और धर्म में ट्रांसफ़र हो गए होंगे वह निकल आएंगे. മറ്റ് ധർമ്മങ്ങളിൽ പരിവർത്തനമായവർ, ട്രാൻസ്ഫർ ആയവരൊക്കെ ഇവിടെ വരും. യഹ് സാപ്ലിംഗ് ലഗ്താ ഹേ ഇസ്മേ ബഡി മെഹനത്ത് ഹേ. ഈ തയ്യ് ഇപ്പോൾ നട്ടിരിക്കുകയാണ്, അതിൽ വളരെ പരിശ്രമമുണ്ട്. നേ ജോ ആത്തേ ഹേ തു സിർഫ് കെഹനാ ഹേ ബാപ് കോ യാദ് കരോ. പുതിയ ആരെങ്കിലും വരികയാണെങ്കിൽ കേവലം ഇത് മാത്രം പറഞ്ഞു കൊടുക്കൂ, അതായത് ബാബയെ ഓർമ്മിക്കൂ എന്ന കാര്യം. शिव भगवानुवाच, श्री कृष्ण तो 84 जन्मों में आते हैं, अनेक मत अनेक बातें में. ശിവഭഗവാന്റെ മഹാവാക്യമാണ്. ശ്രീകൃഷ്ണൻ 84 ജന്മങ്ങൾ എടുക്കുന്നു, അനേക മതങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ കൂടിയുണ്ട്. യഹ് ബുദ്ധിമേം പൂരാ ധാരൺ കർണാ ഹേ ഹം പതിത് ഹേ. ഇത് ബുദ്ധിയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ധാരണ ചെയ്യണം, നമ്മൾ പതിതരായിരുന്നു. അബ്ബാബ് കെഹത്തെ ഹേ തും പാവൻ കൈസേ ബനോ. ഇപ്പോൾ ബാബ പറഞ്ഞു തരികയാണ് നമ്മൾ എങ്ങനെയാണ് പാവനരായി മാറേണ്ടതെന്ന്. കൽപ്പ് പെഹ്ലെ ഭി കഹാത്ത മാമേകം യാദ് കരോ. കൽപ്പം മുൻപും കൂടി ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതായത് ബാബയെ ഓർമ്മിക്കൂ എന്ന്. अपने को आत्मा समझ देह के सब संबंध धर्म छोड़ जीते जी मरो. മുജ് ഏക് ബാപ് കോ ഹി യാദ് കരോ. സ്വയമിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ദേഹത്തിൻ്റെ സർവബന്ധനങ്ങളിൽ നിന്നും, ബന്ധനങ്ങളും ധർമ്മങ്ങളുമെല്ലാം ഒഴിവാക്കി ജീവിച്ചിരിക്കെ മരിക്കൂ എന്ന്. ബാബയെ മാത്രം നമ്മൾ ഓർമ്മിക്കൂ എന്ന്. मैं सर्व की सदगति करने आया हूँ, भारतवासी ही ऊंच बनते हैं फिर 84 जन्म ले नीचे उतरते हैं. ഞാൻ സർവരുടെയും സദ്ഗതി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഭാരതവാസികൾ തന്നെയാണ് ഉയർന്നവരായിട്ട് മാറുന്നത്, അവർ തന്നെയാണ് 84 ജന്മങ്ങളെടുത്ത് താഴോട്ട് ഇറങ്ങി വരുന്നത്. ബോലോ തും ഭാരതവാസി ഹി ഇൻ ദേവി ദേവതാവും കി പൂജ കർത്തേ ഹോ, യഹ് കോൻ ഹേ.
യഹ് സ്വർഗ് കെ മാലിക് ഥേ നാം അഭി കഹാ ഹെ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂ. ഈ ഭാരതവാസികൾ തന്നെയാണ് ഇവരുടെ ഈ ദേവീദേവതകളുടെ പൂജയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഇവർ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു, ഇപ്പോഴെവിടെയാണ് എന്നുകൂടി പറഞ്ഞു കൊടുക്കൂ. 84 ജന്മ കോൺ ലേത്തെ ഹിം സത്യുഗ് മേം തോ യഹി ദേവി ദേവതാ ഥേ. 84 ജന്മങ്ങൾ ആരാണ് എടുക്കുന്നത്? സത്യുഗത്തിലാണ് ഈ ദേവീദേവതകൾ ഉണ്ടായിരുന്നത്. അഭി ഫിർ ഇസ് മഹാഭാരത് ലഡായി ദ്വാര സബ്കാ വിനാശ് ഹോനാ ഹെ. ഇപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിലൂടെ എല്ലാവരുടെയും വിനാശം സംഭവിക്കും. സഭി സബ് പതിത് ധമോ പ്രധാൻ ഹെ. मैं भी इन जन्मों बहुत जन्मों के अंत में ही आकर प्रवेश करता हूँ. ഇപ്പോൾ എല്ലാവരും പതിതരായിരിക്കുന്നു, തമോ പ്രധാനികളായിരിക്കുന്നു. ഞാനും കൂടി അനേക ജന്മങ്ങളുടെ അന്ത്യജന്മത്തിലാണ്, അവസാനത്തെ ജന്മത്തിലാണ് ഇവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. യഹ് പൂരാ ഭക്ത് ഥാ നാരായൺ കി പൂജ കർത്താ ഥാ. ബ്രഹ്മബാബ പൂർണ്ണമായിട്ടും പൂർണ്ണ രീതിയിൽ ഒരു വലിയൊരു ഭക്തനായിരുന്നു, നാരായണൻ്റെ പൂജയൊക്കെ ചെയ്യുമായിരുന്നു. ഇൻമേം ഹി പ്രവേശ് കർ ഫിർ ഇൻകോ നാരായൺ ബനാത്താ ഹും. ഇവരിൽ തന്നെ ഞാൻ പ്രവേശിച്ച് ഇവരെ ഞാൻ ആരാക്കി മാറ്റുന്നു. നമ്മൾ ചെയ്യേണ്ട വലിയൊരു പുരുഷാർത്ഥം, അതായത് നരനിൽ നിന്ന് നാരായണനാകുക. അങ്ങനെ നാരായണനാക്കി മാറ്റുന്നതും ഞാൻ തന്നെ. अब तुमको भी പുരുഷാർത്ഥ് करना है. यह डेटी സ്ഥാപന രാജധാനി സ്ഥാപൻ हो रही है. നിങ്ങൾക്കും കൂടി ഈ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഈ ദേവി സ്വരാജ്യം ഇപ്പോൾ സ്ഥാപന ആയിക്കൊണ്ടിരിക്കുകയാണ്. മാല ബന്തി ഹേന ഊപ്പർ മേം ഹേ നിരാകാർ ഫൂൽ ഫിർ മേരു യുഗൽ. മാലയും കൂടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ പുഷ്പമാണ്, നിരാകാരിയായിട്ടുള്ള പുഷ്പം, പിന്നീട് ജോഡികളായിട്ടുള്ള യുഗളും കൂടി. ശിവബാബ കെ നീച്ചെ ഏകദം യഹ് ഖഡേ ഹെ. ശിവബാബയുടെ താഴെ അവർ നിന്നിരിക്കുന്നു. ജഗത് പിതാ ബ്രഹ്മ ഓർ ജഗദംബ സരസ്വതി. ആരാണ് നിന്നിരിക്കുന്നത്? ജഗത് പിതാവായിട്ടുള്ള ബ്രഹ്മാവും ജഗദംബ സരസ്വതിയും നിന്നിരിക്കുന്നു. അഭി തും ഇസ് പുരുഷാർത്ഥ സേ വിഷ്ണുപുരി കെ മാലിക് ബൻതേ ഹോ. ഇപ്പോൾ നിങ്ങൾ ഈ പുരുഷാർത്ഥത്തിലൂടെ വിഷ്ണുപുരിയുടെ അധികാരിയായിട്ട് മാറുന്നു. പ്രജാ ഭീ തോ കഹത്തി ഹേ നാ ഭാരത് ഹമാരാ ഹെ. തും ഭീ സമജ്തേ ഹോ ഹം വിശ്വക്കെ മാലിക് ഹെ. പ്രജകൾ കൂടി ഇങ്ങനെ പറയുന്നു, ഭാരതം നമ്മുടേതാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങളും മനസ്സിലാക്കുന്നു, നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളാണ്. ഹം രാജായി കരെങ്കെ ഓർ കോയി ധർമ്മ ഹോഗാ ഹി നഹി. നമ്മൾ രാജ്യം ഭരിക്കും, ആ സമയത്ത് അവിടെ വേറൊരു ധർമ്മങ്ങളുമില്ല. ഐസേ നഹി കഹെങ്കെ യ ഹമാരി രാജായി ഹേ ഓർ കോയി രാജായി ഹേ നഹി. യ ഹം ബഹോത് ഹേ തോ ഹമാരാ തുമാരാ ചൽത്താ ഹെ. ഇങ്ങനെ പറയാറില്ല. അതായത് ഇതെൻ്റെ രാജധാനിയാണ്, മറ്റൊരു രാജധാനിയുമില്ല എന്ന് പറയാറില്ല. എൻ്റേത് ഇവിടെയാണെങ്കിൽ എന്താ, എൻ്റേത് നിൻ്റേത് തുടങ്ങിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഹാം യഹ് ബാത്തേം ഹീനഹി. അവിടെ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. എവിടെ? സത്യുഗത്തിൽ. तो अब बाप समझाते हैं बच्चे और सब बातें जोट मामेकम याद करो तो विकर्म विनाश होंगे. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ, എല്ലാം ഉപേക്ഷിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ऐसे नहीं कोई सामने बैठ निष्ठा या योग कराए दृष्टि दे. ബാപ് തോ കഹത്തെ ഹിം ചലത്തെ ഫിർത്തെ ബാപ് കോ യാദ് കർണ. ഇത്തരത്തിലല്ല ആരെങ്കിലും മുമ്പിൽ ഇരുന്നു കൊണ്ട് യോഗ ചെയ്യിപ്പിക്കുക, ദൃഷ്ടി നൽകുക, ആ സമയത്ത് മാത്രം ഓർമ്മിക്കുക എന്നത്. ബാബ പറയുകയാണ്, നടക്കുമ്പോഴും തിരിയുമ്പോഴും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ബാബയെ ഓർമ്മിക്കണം. അപ്നാ ചാർട്ട് രഖോ സാരേ ദിൻമേം കിത്തന യാദ് കിയ. സ്വയമിൻ്റെ ചാർട്ട് വയ്ക്കണം, മുഴുവൻ ദിവസവും എത്ര ഞാൻ ബാബയെ ഓർമ്മിച്ചു, പ്രധാനമായിട്ടുള്ള കാര്യം. സവേരെ ഉട്ട് കിത്തന സമയം ബാബ് സെ ബാത്തേം കി. അതിരാവിലെ എഴുന്നേറ്റ് എത്ര സമയം ബാബയോട് സംസാരിച്ചു. ആജ് ബാബ് കി യാദ് മേം ബൈഠേ. ഇന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു. ഐസെ ഐസെ അപ്നെ സെ മെഹനത് കർണി ഹെ. അതുകൊണ്ട് ബാബ പറയുകയാണ്, അത്തരത്തിൽ സ്വയം എന്ത് ചെയ്യണം? പരിശ്രമം ചെയ്യണം. ചാർട്ട് വയ്ക്കുന്നുണ്ടോ? അതിരാവിലെ എഴുന്നേറ്റ് ബാബയോട് എത്ര സമയം ബാബയോട് സംസാരിച്ചു, എത്ര സമയം ബാബയുടെ മുഴുവൻ ദിവസവും ഇന്ന് എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? സ്വയമിനോട് ചോദിക്കണം. ആ ഒരു പരിശ്രമം നമ്മളോട് തന്നെ ചെയ്യണം എന്നാണ് ബാബ പറയുന്നത്.
नॉलेज तो बुद्धि में है फिर औरों को भी समझाना है. ജ്ഞാനം നമ്മുടെ ബുദ്ധിയിലുണ്ട്, പക്ഷെ അത് അവിടെ ബുദ്ധിയിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല, മറിച്ച് എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ആ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. यह किसकी बुद्धि में नहीं आता है कि काम महाशत्रु है. 2-4 वर्ष रहकर फिर माया का थप्पड़ जोर से लगने से गिर पड़ते हैं. ഇത് ആരുടെയും ബുദ്ധിയിലില്ല. അതായത് കാമം മഹാശത്രുവാണെന്നുള്ള കാര്യം ആരുടെയും ബുദ്ധിയിലില്ല. 2-4 വർഷമൊക്കെ നമ്മൾ ഈ ജ്ഞാനത്തിൽ വന്നു, പിന്നീട് മായ എന്ത് ചെയ്യുന്നു, നമ്മളെ വളരെയധികം പ്രഹരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, താഴെ വീണു പോകും. ഫിർ ലിഖ്തേ ഹേ ബാബ ഹംനെ കാലാ മുഹ് കർ ദിയ. പിന്നീട് ബാബയ്ക്ക് കത്തെഴുതും, ബാബ ഞങ്ങൾ വികാരത്തിൽ പോയി, ഞങ്ങൾ കറുത്ത മുഖമുള്ളവരായി മാറിയെന്ന്. बाबा लिख देते काला मुँह करने वाले को 12 മാസ് യഹം ആനേക്ക് ദർക്കാർ नहीं है. ബാബ ഒരു പ്രധാന കാര്യം പറയുകയാണ്, അതായത് വികാരത്തിൽ പോയതിന് ശേഷം 12 മാസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് ബാബ പറയുകയാണ്. 1 വർഷം അവർ സെൻട്രലിലേക്ക് വരേണ്ടതില്ല. തും ബാപ് സെ പ്രതിജ്ഞ കർ ഫിർ ഭി വികാർ മേം ഗിരെ മേരെ പാസ് കഭി നഹി ആന. ബാബയോട് പ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് വികാരത്തിലേക്ക് പോയത്. അതുകൊണ്ട് ബാബ പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് ഒരിക്കലും വരേണ്ടതില്ല. ബഡി മൻസൽ ഹെ, വലിയൊരു ലക്ഷ്യമാണ്. ബാബ് ആയി ഹി ഹെ പതിത് സെ പാവൻ ബനാനെ. ബാബ വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്, പതിതരിൽ നിന്ന് പാവനരാക്കി മാറ്റാൻ വേണ്ടി. बहुत बच्चे शादी कर पवित्र रहते हैं. हाँ, किसी बच्ची पर मार पड़ती है तो उनको बचाने के लिए गंधर्वी विवाह कर पवित्र रहते हैं. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു, വിവാഹം ചെയ്ത് പവിത്രരായി കഴിയുന്ന കുട്ടികളുമുണ്ട്. ചില പെൺകുട്ടികൾക്കൊക്കെ എന്താണ്, പ്രഹരമേറ്റു ധാരാളം സഹിക്കേണ്ടി വരുമ്പോഴെന്ത് ചെയ്യും, ഗന്ധർവ വിവാഹം ചെയ്തിട്ട് പവിത്രരായി അവർ ഇരിക്കുന്ന പെൺകുട്ടികളും കൂടിയുണ്ട്. उसमें भी कोई कोई को तो नाक से മായ പക്കട്ട് ലേത്തി ഹെ, ഹാർ ഖാ ലേത്തി ഹെ. അവരിൽ തന്നെ ബാബ പറയുകയാണ്, മായ എന്ത് ചെയ്യും, മൂക്കിന് പിടിച്ചിട്ട് താഴ്ത്തിക്കൊണ്ടുവരും. അവരെന്ത് ചെയ്യും, പരാജയപ്പെടും. स्त्रियाँ भी बहुत हार खा लेती है. बाप कहते हैं तुम तो सूप न खा हो, यह सब नाम इस समय के हैं. വളരെയധികം സ്ത്രീകളുണ്ട്, പരാജയപ്പെടുന്ന സ്ത്രീകളുണ്ട്. ബാബ പറയുകയാണ്, നിങ്ങളാരാകുന്നു, ശൂർപ്പണഖയാകുന്നു എന്ന് ബാബ പറയുകയാണ്. ഈ സമയത്തെ പേരാണ് ശൂർപ്പണഖ തുടങ്ങിയവർ. യഹാം തോ ബാബ കോയി വികാരി കോ ബൈഠ്നെ ഭി നാ ദേ. ഇവിടെ ബാബ എന്ത് ചെയ്യുന്നു, വികാരികളെ ഇവിടെ ബാബ ഇരിക്കാൻ കൂടി സമ്മതിക്കുന്നില്ല. കദം കദം പർ ബാപ് സെ റായ് ലേനി പടേ. ഓരോ ചുവടിലും ബാബയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കണം. ഓരോ കാൽവയ്പ് വയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബാബയോട് നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കണം. ബാബ ഇത് റൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുകയുള്ളൂ. സറണ്ടർ ഹോ ജായേ തോ ഫിർ ബാബ് കെഹിങ്കെ അബ് ട്രസ്റ്റി ബനോ. സമർപ്പണമായാൽ ബാബ പറയും, ഇപ്പോൾ സൂക്ഷിപ്പുകാരായി മാറൂ, ട്രസ്റ്റി ആയിട്ട് മാറൂ എന്ന് ബാബ പറയും. റായ് പർ ചൽത്തേ രഹോ. ബാബയുടെ അഭിപ്രായം അനുസരിച്ച്, മതമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കും. പോത്താമേൽ ബത്തായെങ്കിൽ തപ് തോ റായ് ദേങ്കെ. എപ്പോഴാണ് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചാർട്ട് വയ്ക്കുന്നത്, അപ്പോഴാണ് ബാബ നിർദ്ദേശം നൽകുക. यह बड़ी समझने की बातें हैं. तुम भोग फल लगावो परंतु मैं खाता नहीं हूँ, मैं तो दाता हूँ. അപ്പോൾ ബാബ പറയുകയാണ്, ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭോഗം നിങ്ങൾ വെക്കുകയാണെങ്കിലും ബാബ പറയുകയാണ്, ഞാനിതൊന്നും കഴിക്കുന്നില്ല. ബാബ ആരാകുന്നു, ദാതാവാകുന്നു, എല്ലാം നമുക്ക് നൽകുന്നവനാകുന്നു ബാബ. अच्छा, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. രാത്രി ക്ലാസ് കൂടിയുണ്ട് 15/6/68. पास्ट जो हो गया है उनको रिवाइज करने से जिनकी कमज़ोर दिल है तो उनके दिल की कमज़ोरी भी रिवाइज हो जाती है. इसलिए बच्चों को ड्रामा के पट्टे पर ठहराया गया है. ബാബ പറഞ്ഞു തരികയാണ്, ഏതെല്ലാമാണോ കഴിഞ്ഞു പോയത് അതിനെ ഒന്നുകൂടി അതിനെ പുനഃപരിശോധന ചെയ്യുന്നതിലൂടെ, അഥവാ റിവിഷൻ ചെയ്യുന്നതിലൂടെ, റിവൈസ് ചെയ്യുന്നതിലൂടെ ആരുടെ ഹൃദയമാണ് വളരെയധികം ദുർബലമായിട്ടുള്ളത്, അവരുടെ ആ ഹൃദയത്തിൻ്റെ ദുർബലത കൂടി എന്ത് ചെയ്യും, റിവൈസായിട്ട് വരും.
ഈ പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ദുർബല ഹൃദയരായിട്ടുള്ള ആൾക്കാരുടെ ആ ദുർബലതയും കൂടി എന്തായി വരും, റിവൈസായിട്ട് വരും. അതുകൊണ്ട് ബാബ പറഞ്ഞു തരികയാണ്, ഡ്രാമയുടെ പാളത്തിൻ്റെ മുകളിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന്. അതുകൊണ്ടാണ് ഡ്രാമയുടെ പാളത്തിന് മുകളിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് ബാബ. മുഖ്യ ഫായ്ദ ഹൈ ഹി യാദ് സെ. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്, ലാഭം ലഭിക്കുന്നത് ഓർമ്മയിലൂടെയാണ്. യാദ് സെ ഹി ആയു ബഡി ഹോനി ഹെ. ഓർമ്മയിലൂടെയാണ് നമ്മുടെ ആയുസ് വർദ്ധിക്കേണ്ടത്. ദീർഘായുസ് നമുക്ക് വരേണ്ടത് കൂടി ഇതിലൂടെയാണ്, ഓർമ്മയിലൂടെയാണ്. ड्रामा को बच्चे समझ जाए तो कब ख्याल न हो. ड्रामा में इस समय ज्ञान सीखने और सिखाने का चल रहा है. ഡ്രാമയെ നമ്മൾ ഒരു കുട്ടിയായി മനസ്സിലാക്കുന്നതിലൂടെ ഇതൊന്നും നമ്മുടെ ചിന്തയിൽ വരികയില്ല. ബാബ പറയുകയാണ്, ഡ്രാമയിൽ ഈ സമയം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം, അതുപോലെ തന്നെ പഠിപ്പിക്കുകയും ചെയ്യണം. ആ ഒരു സമയമാണ് ഡ്രാമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിർ പാർട്ട് ബന്ദ് ഹോ ജായേഗ. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇനി അവസാനിക്കും. ന ബാപ് കാ ന ഹമാരാ പാർട്ട് രഹേഗ, ന ഉൻകാ ദേനെ കാ പാർട്ട് ന ഹമാരാ ലേനെ കാ പാർട്ട് ഹോഗ. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ട് അവസാനിക്കും. ബാബയുടെ പാർട്ട് ഉണ്ടാവുകയില്ല, നമ്മുടെ പാർട്ടും ഉണ്ടാവുകയില്ല. നൽകുന്നതിൻ്റെ പാർട്ട് തീരും. ബാബ നൽകുന്നതിൻ്റെ പാർട്ട് അവിടെ ആ പാർട്ട് അവസാനിക്കും. നമ്മൾ എടുക്കുന്ന നമ്മുടെ പാർട്ടും കൂടി അവസാനിക്കും. തോ ഏക് ഹോ ജായേംഗേ നാ. അപ്പോൾ എല്ലാം ഒന്നായിട്ട് മാറും. ഹമാരാ പാർട്ട് നെയ് ദുനിയാമേ ഹോ ജായേഗ, ബാബാ കാ പാർട്ട് ശാന്തിധാം മേ ഹോഗ. നമ്മുടെ പാർട്ട് പുതിയ ലോകത്തിലുണ്ടാകും, ബാബയുടെ പാർട്ട് ശാന്തിധാമത്തിലും ഉണ്ടാകും. पार्ट का रील भरा हुआ है ना, हमारा प्रारब्ध का पार्ट बाबा का शांति का पार्ट. പാർട്ടിൻ്റെ ഒരു റീൽ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പാർട്ട് പ്രാരബ്ധത്തിൻ്റേതാണ്, ബാബയുടെ പാർട്ടോ ശാന്തിധാമത്തിൻ്റെ പാർട്ട്. ദേനെ ഓർ ലേനെ കാ പാർട്ട് പൂരാ ഹുവ, ഡ്രാമ ഹി പൂരാ ഹുവ. ആ സമയത്ത് എടുക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും എല്ലാം പാർട്ട് പൂർണ്ണമായി തീരും. പിന്നീട് നമ്മൾ എന്തായിട്ട് മാറും, ഡ്രാമയും കൂടി അവിടെ പൂർണ്ണമായി തീരും. 5000 വർഷത്തിനേക്കൽപ്പം അവിടെ തീരും. ഫിർ ഹം രാജ്യകർണ ആയെങ്കിൽ വഹ് പാർട്ട് ചേഞ്ച് ഹോഗ. പിന്നീട് നമ്മൾ എവിടെ വരും, സത്യുഗത്തിൽ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരും. അപ്പോൾ നമ്മുടെ പാർട്ട് അവിടെ ചേഞ്ച് ആകും, പരിവർത്തനപ്പെടും. ജ്ഞാൻ സ്റ്റോപ്പ് ഹോ ജായേഗ ഹം വഹ് ബൻ ജായെങ്കിൽ. ജ്ഞാനം അവിടെ അവസാനിക്കും, സ്റ്റോപ്പാവും, നമ്മൾ അതായി തീരും. ജ്ഞാനത്തിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത് അതായിട്ട് നമ്മളവിടെ മാറും സത്യുഗത്തിൽ. पार्ट ही पूरा तो बाकी फ़र्क नहीं रहेगा, बच्चे और बाप का भी पार्ट नहीं रहेगा. പാർട്ട് തന്നെ പൂർണ്ണമാവുകയാണെങ്കിൽ പിന്നീട് അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. കുട്ടികളുടെയും പാർട്ട് ഉണ്ടാവില്ല, അച്ഛൻ്റെ പാർട്ടും ഉണ്ടാവുകയില്ല. यह भी ज्ञान को पूरा ले लेते हैं, उनके पास भी कुछ रहता ही नहीं. न देने वाला पास रहे न लेने वाले में कमी रही तो दोनों एक दो के समान हो जाए. ബാബ പറയുകയാണ്, ഈ ജ്ഞാനം കൂടി അവിടെ പൂർണ്ണമാകുന്നു, അവരുടെ അടുത്തുകൂടി ഒന്നും ഉണ്ടാകുന്നില്ല. നൽകുന്ന ആൾ അടുത്തുണ്ടാവുകയില്ല, നൽകുന്ന ആളും അടുത്തുണ്ടാവുകയില്ല, എടുക്കുന്ന ആളിലും കൂടി ഒരു കുറവും ഉണ്ടാവുകയില്ല. നൽകുന്ന ആൾക്ക് നൽകാൻ വേണ്ടി ഒന്നും ഉണ്ടാവുകയില്ല, കാരണം എല്ലാം തീർന്നു, കൊടുത്തു കഴിഞ്ഞു. അതേപോലെ എടുക്കുന്ന ആളിലും കുറവൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ രണ്ടും ആരായിട്ട് മാറി, രണ്ടുപേരുടെയും പാർട്ട് എന്തായി, സമാനമായിട്ടുള്ള പാർട്ടുണ്ടായി ആയിട്ട് മാറി. കൊടുക്കുന്ന ആൾക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല, എടുക്കുന്ന ആൾക്ക് എടുക്കുന്നതിലൊരു കുറവും ഉണ്ടാവുകയില്ല. അപ്പോൾ സമാനമായിട്ടുള്ള പാർട്ടായിട്ട് മാറി. അതാ ബാബ പറയുന്ന രണ്ടുപേരും സമാനരായി മാറി. ഇസ്മേം വിചാർ സാഗർ മന്ഥൻ കർണേക്ക് ബുദ്ധി ചാഹിയെ. ഈ കാര്യത്തിൽ വിചാരസാഗര മഥനം ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്, അതിൻ്റെ ബുദ്ധി ഉണ്ടായിരിക്കണം. ഖാസ് പുരുഷാർത്ഥ ഹേ യാദ് കി യാത്ര. അപ്പോൾ ഏറ്റവും വിശേഷമായ പുരുഷാർത്ഥം ഏതാണ്? ഓർമ്മയുടെ യാത്രയുടെ പുരുഷാർത്ഥമാണ്. बाप बैठ समझाते हैं, सुनाने में तो मोटी बात हो जाती है, ബുദ്ധി में तो സൂക്ഷ്മ है ना. ബാബ മനസ്സിലാക്കി തരികയാണ്, കേൾപ്പിച്ച് തരുമ്പോൾ നമുക്കതൊരു വലിയ വിസ്താരത്തിലുള്ള കാര്യമായിട്ട് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ
ബുദ്ധിയിൽ അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യമാണ്. अंदर में जानते हैं शिव बाबा का रूप क्या है, സംസാനെ മേ മോഠാ രൂപ് ഹോ ജാത്താ ഹെ. ഉള്ളിൽ നമ്മൾക്കറിയാം ശിവബാബയുടെ രൂപം എന്താണ്. ശിവബാബയുടെ രൂപം എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് ലൈറ്റാണ്. പക്ഷെ നമ്മൾ പുറമേ അത് കാണിക്കുമ്പോഴെന്ത് ചെയ്യുന്നു, അത് വലിയ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അത് വിസ്താരമുള്ളതായി മാറും. ഭക്തി മാർഗ്മേം ബഡാ ലിംഗ് ബനാദേത്തേയും, ഇതുപോലെ ഭക്തിമാർഗത്തിൽ വലിയൊരു ശിവലിംഗമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ആത്മാഹേത്തോ ചോട്ടീന യഹേ കുദ്രത്ത്. പക്ഷെ ഇതൊക്കെ ഒരു പ്രകൃതി നിയമമാണ്. ആത്മാവ് ചെറുതാണ്, പക്ഷെ നിയമാനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും. അതായത് ചെറുതിനെ നമ്മൾ വലുതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. കഹാം തക് അന്ത് പായെങ്കെ ഫിർ പിച്ചാടി മേം ബേ അന്ത് കഹദേത്തെ. എവിടെ വരെ ഇതിൻ്റെ അവസാനം ഉണ്ടാകും? നമ്മൾ അവസാന സമയത്ത് അന്ത്യമില്ല എന്ന് നമ്മൾ പറയും. ബാബാനെ സംജായ ഹേ സാരാ പാർട്ട് ആത്മാമേ ഭരാ ഹുവാ ഹെ. ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു, മുഴുവൻ പാർട്ടും അവസാന സമയത്ത് അതിൽ ആത്മാവിൽ മുഴുവൻ പാർട്ടും ആത്മാവിൽ നിറഞ്ഞിരിക്കുകയാണ്. യഹ് കുദ്രത് ഹേ അന്ത് നെഹി പായാ ജാ സക്ത. ഇതൊരു നിയമമാണ്, പ്രകൃതി നിയമമാണ്. ഒരിക്കലും ഇതിൻ്റെ അന്ത്യത്തെ നമുക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. സൃഷ്ടിചക്ര കാ അന്ത് തോ പാത്തേ ഹിം. സൃഷ്ടിചക്രത്തിൻ്റെ അവസാനം നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. രചയിത ഓർ രചനാക്കി ആദിമധ്യ അന്ത് കോ തും ഹി ജാൻതേ ഹോ. രചയിതാവിനെ പറ്റിയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെ പറ്റിയുമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മുടെ 84 ജന്മങ്ങളിലെ ചക്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ബാബ നോളജ്ഫുൾ ഹേ ഫിർ ഹം ഭി ഫുൾ ഹോ ജായെങ്കെ. ബാബ ആരാണ്? നോളജ്ഫുള്ളാണ്, ജ്ഞാനസാഗരമാണ്. നമ്മളും കൂടി ഫുള്ളായിട്ട് മാറും. പാനേലിയെ കുച്ച് രഹേഗാനേ. ഇനി പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ പക്കലൊന്നും ഉണ്ടാവുകയില്ല. കൊടുക്കുന്ന ആൾ മുഴുവനായിട്ട് നൽകി, എടുക്കുന്ന ആൾ മുഴുവനായിട്ടും സ്വീകരിച്ചു, എടുത്തു കഴിഞ്ഞു. बाप इसमें प्रवेश कर पढ़ाते हैं, वह है बिंदी. आत्मा का व परमात्मा का साक्षात्कार होने से खुशी थोड़ी ही होती है. मेहनत कर बाप को याद करना है तो विकर्म विनाश होंगे. ബാബ ഇവരിൽ പ്രവേശിക്കുന്നു. അവരാരാകുന്നു? ബിന്ദുവാകുന്നു. ആത്മാവിൻ്റെയും അഥവാ പരമാത്മാവിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നതിലൂടെ അല്പം സന്തോഷമുണ്ടാകുന്നു. പരിശ്രമം ചെയ്ത് ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ വികർമ്മങ്ങൾ വിനാശമായി തീരുന്നു. ബാബ കഹത്തെ ഹേ മേരെ മേ ജ്ഞാൻ ബന്ദ് ഹോ ജായേഗ തോ തേരെ മേ ഭി ബന്ദ് ഹോ ജായേഗ. ബാബ പറയുകയാണ്, എന്നിൽ ജ്ഞാനം സ്റ്റോപ്പാകും, ആ സമയത്ത് നിങ്ങളിലും കൂടി ജ്ഞാനം നിൽക്കും. नॉलेज ले ऊंच बन जाते हैं, सभी कुछ ले लेते हैं, फिर भी बाप तो बाप है ना. ഈ ജ്ഞാനമെടുത്ത് നമ്മൾ ഉയർന്നവരായി മാറും. എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുക്കും. അതുകൊണ്ട് ബാബ എപ്പോഴും അച്ഛൻ തന്നെയാണല്ലോ. തും ആത്മായും ആത്മാ ഹി രഹേങ്കെ ബാബ് ഹോക്കർ തോ നെഹി രഹേങ്കെ. നിങ്ങൾ ആത്മാക്കൾ എപ്പോഴും ആത്മാക്കളായിട്ടാണ് ഉണ്ടാവുക, അച്ഛനായിട്ട് ഉണ്ടാവുന്നില്ല. യഹ് തോ ജ്ഞാൻ ഹേ ബാബ് ബാബ് ഹേ ബച്ചെ ബച്ചെ ഹേ. ഇത് ജ്ഞാനമാകുന്നു, അച്ഛൻ അച്ഛനാകുന്നു, കുട്ടി കുട്ടിയാകുന്നു. യഹ് സബ് വിചാർ സാഗർ മന്ഥൻ കർ ഡീപ് മേം ജാനെ കി ബാത്തേ ഹേ. ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്ത് ആഴത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ്. യഹ് ബി ജാൻതേ ഹേ ജാനാ തോ സഭി കോ ഹേ സഭി ചലേ ജാനെ വാലേ ഹേ ബാക്കി ആത്മാ ജാക്കർ രഹേഗി. ഇത് നമ്മൾ അറിയുന്നു, എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതുണ്ട്, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമെന്ന്. ബാക്കി ആത്മാക്കളായിട്ട് അവിടെ ഉണ്ടാകും. സാരി ദുനിയാ ഹി ഖത്തം ഹോനി ഹേ ഇസ്മേ നിഡർ രഹന ഹോത്താ ഹെ. മുഴുവൻ ലോകവും ഇപ്പോൾ സമാപ്തമാകേണ്ടതാണ്. ഇതിൽ നിർഭയത എന്നുള്ള ഒരു ഗുണത്തെ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട്. വളരെയധികം നമ്മൾ നിർഭയരായിട്ടിരിക്കണം, ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. पुरुषार्थ करना है निडर हो रहने का, शरीर आदि का कोई भी भान न आवे. പുരുഷാർത്ഥം ചെയ്യേണ്ടത് നമ്മൾ നിർഭയരായിട്ടിരിക്കേണ്ട പുരുഷാർത്ഥമായിട്ട് ആണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമ്മൾ ഡീപ്പായിട്ട് പോകണം, നിർഭയരായിട്ടിരിക്കണം, ശരീരത്തിൻ്റെ ബോധം കൂടി ഉണ്ടാകരുത്. उसी अवस्था में जाना है, बाप आप समान बनाते हैं, तुम बच्चे भी आप समान बनाते रहते हो. അതേപോലെ നമ്മൾ അവസ്ഥ നമ്മുടേതായിരിക്കണം. ബാബ നമ്മളെ സ്വയമിൻ്റെ സമാനമാക്കി മാറ്റുകയാണ്. നമ്മളും കൂടി ബാബയുടെ സമാനമായി തീരണം. एक बाप की ही याद रहे ऐसा पुरुषार्थ करना है. ഒരേയൊരു ബാബയുടെ ഓർമ്മയിലിരിക്കണം, ആ തരത്തിലായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥം കൂടി.
അഭി ടൈം പടാ ഹേ യഹ് റിഹേഴ്സൽ തീക്കി കർണേ പടേ. ഇപ്പോൾ സമയം അവശേഷിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റിഹേഴ്സൽ എന്ത് ചെയ്യണം? ഇനിയും തീവ്രഗതിയിൽ പോകണം. പ്രാക്ടീസ് നഹീ ഹോഗി തോ ഖഡേ ഹോ ജായേംഗെ, टांगे थिरकने लग पड़ेगी और हार्ट फेल अचानक होता रहेगा. ബാബ പറയുകയാണ്, അഭ്യാസം ചെയ്തില്ലെങ്കിൽ നമ്മളവിടെ നിന്ന നിൽപ്പിൽ അവിടെ നിന്നു പോകും. നമ്മുടെ കാലുകളൊക്കെ വിറക്കും. ആ സമയത്ത് ഹൃദയസ്തംഭനം കൂടി നമുക്ക് സംഭവിച്ചേക്കാം എന്നാണ് ബാബ പറയുന്നത്. ഇതെല്ലാം പെട്ടെന്നുണ്ടാകും. എന്തില്ലെങ്കിൽ വളരെ കാലത്തെ അഭ്യാസം ഇല്ലെങ്കിൽ. തമോ പ്രധാൻ ശരീർ കോ ഹാർട്ട് ഫെയിൽ ഹോനെ മേം ദേരി തോടെ ഹി ലഗ്തി ഹെ. ബാബ പറയുകയാണ്, തമോ പ്രധാനി ശരീരത്തിന് ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാകാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. തമോ പ്രധാനി ശരീരമാണല്ലോ, അത്രയും അസുഖങ്ങളൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ജിतना അശരീരി ഹോത്തെ ജായെങ്കെ ബാപ് കോ യാദ് കർത്തെ രഹെങ്കെ ഉത്ന നസ്ദീക് ആത്തെ ജായെങ്കെ. എത്രത്തോളം അശരീരി ആയിരിക്കുന്നു, എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നു, അത്രത്തോളം നമ്മൾ സമീപത്തെത്തും. योग वाले ही निडर रहेंगे, योग से शक्ति मिलती है, ज्ञान से ധൻ മിൽത്താ ഹെ. യോഗത്തിലുള്ളവരായിരിക്കും എന്തായിരിക്കുക? ഭയപ്പെടാതിരിക്കുക. നിർഭയരായിരിക്കുന്നത് യോഗം ചെയ്യുന്നവരായിരിക്കും. യോഗത്തിലൂടെ നമുക്ക് ശക്തി ലഭിക്കുന്നു, ജ്ഞാനത്തിലൂടെ നമുക്ക് ധനം ലഭിക്കുന്നു. ബച്ചോം കോ ചാഹിയെ ശക്തി. കുട്ടികൾക്ക് ആവശ്യമാണ്, എന്താവശ്യമാണ്? ശക്തി ആവശ്യമാണ്. तो शक्ति पाने लिए बाप को याद करते रहो. വീണ്ടും ബാബ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബാബയെ ഓർമ്മിക്കൂ, ശക്തി പ്രാപിക്കാൻ വേണ്ടി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ എന്ന്. ബാബ ഹേ അവിനാശി സർജൻ, വഹ് കബ് പേഷ്യൻ്റ് ബന്ന സകെ. ബാബ അവിനാശി സർജനാകുന്നു, അവരൊരിക്കലും രോഗിയായി തീരുന്നില്ല, പേഷ്യൻ്റായി മാറുന്നില്ല. അപ്പോൾ ഈ ബാബ് കഹത്തെ ഹേ തും അപ്നി അവിനാശി ദവായി കർത്തേ രഹോ. ബാബ പറയുകയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവിനാശി മരുന്നിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കൂ, എടുത്തുകൊണ്ടിരിക്കൂ എന്ന് ബാബ പറയുകയാണ്. ഹം ഐസി സഞ്ജീവനി ബൂട്ടി ദേത്തെ ഹേ ജോ സബ് കബ് കോയി ബീമാർ ന പടേ, സിർഫ് പതിത് പാവൻ ബാപ് കോ യാദ് കർത്തേ രഹോ തോ പാവൻ ബൻ ജായേംഗെ. ഞാൻ അത്തരത്തിലുള്ള സഞ്ജീവനി മരുന്നാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒരിക്കലും പിന്നീട് എന്തുണ്ടാവുകയില്ല, അസുഖങ്ങൾ വരില്ല നിങ്ങൾക്ക്. സഞ്ജീവനി മരുന്നാണ് നൽകുന്നത്, ഒരിക്കലും അസുഖം വരാത്ത രീതിയിൽ. അപ്പോൾ ബാബ പറയുകയാണ്, പതിത പാവന ബാബയെ ഓർമ്മിക്കൂ, പാവനമായി മാറൂ. ദേവതായും സദൈവ് നിരോഗി പാവൻഹേന. ദേവതകളെ പോലെയായി മാറാനാണ് ബാബ പറയുന്നത്. ദേവതകൾ എപ്പോഴും സദാ നിരോഗികളാണ്, പാവനരാണ്. അതുപോലെ നമ്മളായി മാറണം. बच्चों को यह तो निश्चय हो गया है, हम कल्प कल्प वर्षा लेते हैं. കുട്ടികൾക്ക് ഈ നിശ്ചയം ഇപ്പോൾ വന്നിരിക്കുന്നു, നമ്മൾ ഓരോ കൽപ്പത്തിലും സ്വത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇന്യൂമറബിൾ ടൈം ബാബ് ആയാ ഹേ ജैसे അഭി ആയാ ഹേ. അനേക പ്രാവശ്യം ബാബ വന്നിരിക്കുന്നു, ഏതുപോലെ ഇപ്പോൾ വരുന്നത് പോലെ അത്രയധികം അനവധി പ്രാവശ്യം ബാബ വന്നിരിക്കുന്നു. ബാബ ജോ സിഖ്ലാത്തെ സംസാത്തെ ഹേ യഹി രാജ്യോഗ് ഹേ. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത്, എന്താണോ പഠിപ്പിച്ചു തരുന്നത്, അതാണ് രാജയോഗം എന്ന് പറയുന്നത്. വഹ് ഗീതാദി സബി ഭക്തി മാർഗേ ഹേ. ഗീത മുതലായവ ഭക്തിമാർഗത്തിൻ്റെതാണ്. യ ജ്ഞാൻ മാർഗ് ബാഭി ബതാത്തെ ഹേ, ബാഭി ആക്കർ നീച്ചെ സെ ഊപ്പർ ഉടാത്തെ ഹേ. ഈ ജ്ഞാനമാർഗം ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബയാണ് വന്ന് നമ്മളെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുന്നത്. ജോ പക്കേ നിശ്ചയ ബുദ്ധി ഹേ വഹി മാലാക്ക ദാന ബൻതേ ഹേ. ആർക്കാണ് അത്രയും ഉറച്ച വിശ്വാസമുള്ളത്, അത്രയും ഉറച്ച നിശ്ചയമുള്ളത്, നിശ്ചയബുദ്ധിയുള്ളവരായിട്ടുള്ള കുട്ടികളാണ് മാലയുടെ മണികളായി മാറുന്നത്. മാലയുടെ മണിയായിട്ട് മാറാൻ നിശ്ചയബുദ്ധി ആവശ്യമാണ്. ബच्चे समझते हैं भक्ति करते करते हम नीचे गिरते आए हैं, अभी बाप आकर सच्ची कमाई कराते हैं. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഭക്തി ചെയ്ത് ചെയ്ത് നമ്മൾ താഴോട്ട് അധപതിച്ചിരിക്കുന്നു, അത്രയും വീണു പോയിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്ന് നമുക്ക് സത്യമായിട്ടുള്ള സമ്പാദ്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, സത്യമായ സമ്പാദ്യം നമുക്ക് നൽകുന്നു. ലൗകിക് ബാപ്പ് ഇത്തനി കമായി നഹി കരാത്തെ ജിത്നി പാർലൗകിക് ബാപ്പ് കരാത്തെ ഹെ. ലൗകിക പിതാവിന് പോലും ഇത്രയധികം സമ്പാദ്യം നമുക്ക് നൽകാൻ സാധ്യമല്ല, ഏതുപോലെ പാരലൗകിക അച്ഛൻ നമുക്ക് തരുന്നു, അത്രയും വലിയ സമ്പാദ്യമാണ് ബാബ നമുക്ക് നൽകുന്നത്.
അച്ഛാ ബച്ചോം കോ ഗുഡ് നൈറ്റ് ഓർ നമസ്തേ. അപ്പം നല്ല കുട്ടികൾക്ക് എന്താണ് ബാബ ഗുഡ് നൈറ്റ് പറയുകയാണ്. രാത്രി ക്ലാസ്സാണ്, 1968 നടന്ന ക്ലാസ്. അപ്പോൾ ഇവിടെ ബാബ നമുക്ക് ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് പറഞ്ഞു. അതേപോലെ ഇന്ന് ബാബ ഗുഡ് നൈറ്റും പറയുന്നു, നമസ്തേയും പറയുന്നു. ഇപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞു തരുന്ന മുരളിയിൽ ബാബ വളരെയധികം ശക്തിശാലിയായിട്ടുള്ള പോയിൻറ്റ്സാണ് നമുക്ക് പറഞ്ഞത്. ബാബ എപ്പോഴാണ് ബാബയുടെ വരവ് പൂർണ്ണമാകുന്നത്, ബാബയുടെ ജ്ഞാനം സ്റ്റോപ്പാവുന്നു നമ്മുടെ അടുത്തും, അതായത് തരുന്ന ആളിൽ ഒന്നും ഉണ്ടാവുകയില്ല, സ്റ്റോക്കെല്ലാം അവിടെ തീർന്നു, എടുക്കുന്ന ആളിലും സ്റ്റോക്ക് തീർന്നു. അപ്പോൾ ഡ്രാമ എന്തായി, ഇവിടെ പൂർണ്ണമായി. പിന്നീട് നമ്മൾ ബാബയുടെ പാർട്ട് ശാന്തിധാമത്തിൽ, കുട്ടികളുടെ പാർട്ട് ഇവിടെ സത്യുഗത്തിലൊക്കെ വരും, രാജധാനി ഭരിക്കുന്ന പാർട്ടൊക്കെ ആയിട്ട് വരും. ഇവിടെ ബാബ പറഞ്ഞു സത്യമായിട്ടുള്ള സമ്പാദ്യം ആർക്ക് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ, ഒരേയൊരു പാരലൗകിക അച്ഛന് മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ. ബാബ എന്ത് ചെയ്യുന്നു, നമ്മളെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുകയാണ്. നമ്മൾ അത്രയും ഉറച്ച നിശ്ചയമുള്ളവരായിട്ട് മാറണം എന്നും കൂടി ബാബ പറയുന്നു. അനേക പ്രാവശ്യം ബാബ വന്നിരിക്കുന്നു, ഏതുപോലെ ഇപ്പോഴും വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വളരെയധികം വിചാരസാഗര മഥനം ചെയ്യേണ്ടതെന്നുണ്ട് എന്ന് കൂടി ബാബ പറഞ്ഞു. വിചാരസാഗര മഥനം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആഴത്തിലേക്ക് പോകണം എന്ന് കൂടി ബാബ പറഞ്ഞു. പിന്നെ ബാബ എന്ത് പറഞ്ഞു, നമുക്ക് ബാബ എന്ത് ചെയ്യുന്നു, അത്രയും വലിയൊരു അവിനാശി സർജനായിട്ട് ബാബ സഞ്ജീവനി മരുന്നാണ് നമുക്ക് നൽകുന്നത്. ആ സഞ്ജീവനി മരുന്ന് കഴിക്കുന്നതിലൂടെ നമുക്കൊരിക്കലും രോഗമുണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കാലുകളൊക്കെ വിറച്ചു പോകും, ഹൃദയസ്തംഭനം വരെ വരാം. അതിലേക്ക് വേണ്ടി വളരെ കാലത്തെ അഭ്യാസം കൂടി നമ്മളിൽ ആവശ്യമുണ്ട്. തമോപ്രധാനി ലോകമാണ്, അവിടെ ഹൃദയസ്തംഭനം വരാൻ ഒട്ടും സമയം ഉണ്ടാവുകയില്ല, അത്രയും പെട്ടെന്ന് വരാം നമുക്ക്. അപ്പം ഇത്രയും ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടും വരാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, നിർഭയരായിരിക്കുക, ഒരിക്കലും ഒന്നിനെയും ഭയപ്പെടരുത്. മായയാകുന്ന ബോക്സർ വരും, പക്ഷേ ഭയപ്പെടരുതെന്ന് കൂടി ബാബ പറഞ്ഞു. ധാരണ കേ ലിയേ മുഖ്യ സാർ, മായ പെഹൽവാൻ ബൻ സാമനെ ആയേഗി, ഉസ്സെ ഡർന നഹി ഹെ. മായ ഗുസ്തിക്കാരനായി മുന്നിൽ വരും, അതിനെ ഭയപ്പെടരുത്. മായാജീത് ബന്നാഹെ, മായാജീത്തായി മാറണം. മായ ഗുസ്തിക്കാരനായി മുന്നിൽ വരും, അതിനെ ഭയപ്പെടരുത്, മായാജീത്തായി മാറണം. മായാജീത്തായി മാറേണ്ടതിൻ്റെ കുറേയധികം മാറാനുള്ള കുറേയധികം പോയിൻറ്റ്സ് ബാബ മുരളിയിൽ പറഞ്ഞു തന്നു. കദം കദം ശ്രീമത് പർ ചൽ, അപ്നെ ഊപ്പർ ആപേ ഹി കൃപ കർണി ഹെ. ഓരോ ചുവടും ശ്രീമതമനുസരിച്ച് നടന്ന് സ്വയമിൻ്റെ മുകളിൽ സ്വയം തന്നെ കൃപ കാണിക്കണം. ഓരോ ചുവടും ബാബയുടെ ശ്രീമതമനുസരിച്ച് നടന്ന് സ്വയമിൻ്റെ മുകളിൽ സ്വയം തന്നെ കൃപ കാണിക്കണം. രണ്ടാമത്തെ പോയിന്റ്, बाप को अपना सच्चा सच्चा पोता मेल बताना है, ट्रस्टी होकर रहना है, चलते फिरते याद का अभ्यास करना है. ബാബയ്ക്ക് തൻ്റെ സത്യസത്യമായിട്ടുള്ള ചാർട്ട് പറഞ്ഞു കൊടുക്കണം. ബാബയ്ക്ക് തൻ്റെ സത്യസത്യമായിട്ടുള്ള ചാർട്ട് നൽകണം, പറഞ്ഞു കൊടുക്കണം. സൂക്ഷിപ്പുകാരനായി ഇരിക്കണം, ട്രസ്റ്റിയായി ഇരിക്കണം. ബാബയ്ക്ക് തൻ്റെ സത്യസന്ധമായ ചാർട്ട് നൽകണം, സത്യസന്ധനായി ഇരിക്കണം, ട്രസ്റ്റിയായിട്ട് ഇരിക്കണം, സൂക്ഷിപ്പുകാരനായി ഇരിക്കണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. നടക്കുമ്പോഴും തിരിയുമ്പോഴും ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. वरदान, रूहे गुलाब बन दूर दूर तक रूहानी खुशबू फैलाने वाले रूहानी सेवाधारी भव. ആത്മീയ റോസാപ്പൂവായി മാറി, ആത്മീയ റോസാപുഷ്പമായി മാറി ദൂരെ 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 വരെ ആത്മീയ സുഗന്ധം പരത്തുന്ന
ദൂരേക്ക് വരെ ആത്മീയ സുഗന്ധം പരത്തുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. ആത്മീയ റോസാപുഷ്പമായി മാറി ദൂരേക്ക് വരെ ആത്മീയ സുഗന്ധം പരത്തുന്ന ആത്മീയ സേവാധാരിയായി ഭവിക്കട്ടെ. അപ്പം നമ്മളിപ്പോഴൊരു റോസാപുഷ്പമാണെന്ന് സങ്കല്പിക്കുക. ആത്മീയ റോസാപുഷ്പം. रूहानी रूहे गुलाब अपनी रूहानी वृत्ति द्वारा रूहानियत की खुशबू दूर दूर तक फैलाते हैं. ആത്മീയ റോസാപുഷ്പം തൻ്റെ ആത്മീയ മനോവൃത്തിയിലൂടെ ആത്മീയതയുടെ സുഗന്ധം ദൂരെ വരെ പരത്തുന്നു. ആത്മീയ റോസാപുഷ്പം തൻ്റെ ആത്മീയ മനോവൃത്തിയിലൂടെ ആത്മീയതയുടെ സുഗന്ധം ദൂരേക്ക് വരെ പരത്തുന്നു. ഉൻകി ദൃഷ്ടി മേ സദാ സുപ്രീം റൂഹ് സമായാ ഹുവാ രഹത്താ ഹൈ. അവരുടെ ദൃഷ്ടിയിൽ സദാ പരമാത്മാവ് സമാവേശമായിരിക്കും. അവരുടെ ദൃഷ്ടിയിൽ സദാ പരമാത്മാവ് സമാവേശമായിരിക്കും. വോ സദാ റൂഹ് കോ ദേഖ്തേ റൂഹ് സേ ബോൽത്തെ. അവർ സദാ ആത്മാവിനെ കാണും, ആത്മാവിനോട് സംസാരിക്കും. അവർ സദാ ആത്മാവിനെ കാണും, ആത്മാവിനോട് സംസാരിക്കും. मैं रूह हूँ, सदा सुप्रीम रूह की छत्रछाया में चल रहा हूँ. मुझ रूह का करावनहार सुप्रीम रूह है. ऐसे हर सेकंड हजूर को हाजिर अनुभव करने वाले सदा रूहानी खुशबू में अविनाशी और एक रस रहते हैं. ഞാൻ ആത്മാവാകുന്നു. സദാ പരമമായ ആത്മാവിൻ്റെ കുടക്കീഴിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു, സദാ പരമമായ ആത്മാവിൻ്റെ കുടക്കീഴിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിനെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നവൻ പരമമായ ആത്മാവാകുന്നു. ഞാൻ ആത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവൻ പരമമായ ആത്മാവാകുന്നു. ഇങ്ങനെ ഓരോ സെക്കൻഡിലും പ്രഭുവിനെ പ്രത്യക്ഷപ്പെടുത്തുന്ന അനുഭവം ചെയ്യിപ്പിക്കുന്ന സദാ ആത്മീയ സുഗന്ധത്തിൽ അവിനാശിയും ഏകരസവുമായി ഇരിക്കുന്നു. യഹി ഹേ റുഹാനി സേവാധാരി കി നമ്പർ 1 വിശേഷത. ഇതാണ് ആത്മീയ സേവാധാരിയുടെ നമ്പർ 1 വിശേഷതയായി മാറുന്നത്. ഇതാണ് ആത്മീയ സേവാധാരിയുടെ നമ്പർ 1 വിശേഷതയായി മാറുന്നത്.
ഇപ്പോൾ ബാബ ഇന്ന് നമ്മളെ ആത്മീയ റോസാ പുഷ്പങ്ങളാക്കി, വിടരുന്ന ആത്മീയ റോസാ പുഷ്പങ്ങളാക്കി മാറ്റി. റോസാ പുഷ്പം എന്ത് ചെയ്യണം? നമ്മൾ ദൂരേക്കും വരെ ആത്മീയതയുടെ സുഗന്ധം നമ്മൾ പരത്തിക്കൊണ്ടിരിക്കണം. ഓരോരുത്തരെയും കാണുമ്പോൾ അത് ആത്മാവാണ് എന്ന നിശ്ചയം നമ്മൾ ഉറപ്പിക്കണം. ഓരോരുത്തരെയും നോക്കുമ്പോൾ ആത്മാവിനോട് തന്നെ സംസാരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കണം. അപ്പം അവരുടെ നയനങ്ങളിൽ ബാബ പറയുകയാണ്, പരമാത്മാവ് സമാവേശമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു, ആത്മാവായ ആത്മാവിൻ്റെ ഛത്രഛായയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമമായ ആത്മാവ് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. കരൺഹാർ ഞാനാകുന്നു, കരാവൻഹാർ ആരാകുന്നു? ബാബയാകുന്നു. അപ്പം ഇങ്ങനെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു മനോവൃത്തി നമ്മളിലുണ്ടാകണം, ആത്മീയമായിട്ടുള്ള മനോവൃത്തി നമ്മളിൽ ഉണ്ടായിരിക്കണം. ആത്മീയ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? അപ്പോൾ അവിനാശിയായിരിക്കും, ഏകരസമായിട്ടുള്ള സ്ഥിതിയുടെ അനുഭവം കൂടി നമുക്കുണ്ടാകും. ഇങ്ങനെയുള്ള വിശേഷതകളുള്ളവരാണ് ബാബ പറയുന്നു ആത്മീയ സേവാധാരി എന്ന് പറയുന്നത്. അവർ ഓരോ സെക്കൻഡിലും ബാബയെ, പ്രഭുവിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്ലോഗൻ: നിർവിഘ്ന ബൻ സേവാ മേം ആകെ നമ്പർ ലേന, അർത്ഥാത് നമ്പർ 1 ഭാഗ്യശാലി ബന്ന. നിർവിഘ്നരായി മാറി സേവയിൽ നിർവിഘ്നരായി മാറി സേവയിൽ മുന്നോട്ടുള്ള നമ്പർ എടുക്കുന്നവർ, സേവയിൽ മുന്നോട്ടുള്ള നമ്പർ എടുക്കുന്നവർ അർത്ഥമാണ് നമ്പർ 1 ഭാഗ്യശാലിയായി മാറുക. നിർവിഘ്നരായി മാറി സേവയിൽ മുന്നോട്ടുള്ള നമ്പർ എടുക്കുന്നവർ അർത്ഥമാണ് നമ്പർ 1 ഭാഗ്യശാലിയായി മാറുക എന്നത്. अव्यक्त इशारे: इस अव्यक्ति मास में बंधन मुक्त रह जीवन मुक्ति स्थिति का अनुभव करो. ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായി ജീവൻ മുക്തി സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ब्राह्मण जीवन में देह का बंधन, संबंध का बंधन, साधनों का बंधन सब खत्म हो गया ना. कोई बंधन नहीं. ബ്രാഹ്മണ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ, ബ്രാഹ്മണ ജീവിതം നമുക്ക് ലഭിച്ചപ്പോൾ തന്നെ ദേഹത്തിൻ്റെ ബന്ധനം ഒഴിവായി, സംബന്ധങ്ങളുടെ ബന്ധനം ഒഴിവായി, പിന്നെ എന്ത് ഒഴിവായി? പദാർത്ഥങ്ങളുടെ, സാധനങ്ങളുടെ ബന്ധനവും എല്ലാം നമ്മളിൽ നിന്ന് ഒഴിവായി. എല്ലാം സമാപ്തമായി എന്നാണ് ബാബ പറയുന്നത്. ഒരു ബന്ധനവും നമുക്കിപ്പോൾ ഇല്ല. बंधन अपने वश में करता है और संबंध स्नेह का सहयोग देता है. ബന്ധനം നമ്മളെ വശപ്പെടുത്തും, തൻ്റെ ഭാഗത്തേക്ക് വശപ്പെടുത്തും. സംബന്ധം മറ്റുള്ളവർക്ക് സഹയോഗം, സ്നേഹത്തിൻ്റെ സഹയോഗം നൽകും. तो देह के संबंधियों का देह के नाते से नहीं लेकिन आत्मिक संबंध है. അപ്പോൾ ദേഹത്തിൻ്റെ സംബന്ധികളും അഥവാ ദേഹത്തിൻ്റെ കണക്കിൽ അത് സംബന്ധമല്ല, മറിച്ച് ആത്മീയ സംബന്ധമാകുന്നു. ഐസേ ബ്രാഹ്മൺ അർത്ഥാത് ജീവൻ മുക്ത. അത്തരത്തിൽ ബ്രാഹ്മണർ അർത്ഥമാണ് ജീവൻ മുക്തരായിട്ടുള്ളവർ, ജീവൻ മുക്ത അവസ്ഥ, സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള ജീവൻ മുക്തി സ്ഥിതിയാകുന്നു. അതുകൊണ്ട് ബാബ പറഞ്ഞു അത്തരത്തിലുള്ള ബ്രാഹ്മണനാണ് ജീവൻ മുക്തരായിട്ടുള്ള ബ്രാഹ്മണനെന്ന്. ഓം ശാന്തി. ബാബ ഇന്ന് പറഞ്ഞു ഓരോ ചുവടും ബാബയുടെ ശ്രീമതമനുസരിച്ച്, നിർദ്ദേശമനുസരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കും. മായ എന്ത് ചെയ്യും? ബോക്സറായിട്ട് വന്നിട്ട് യുദ്ധം ചെയ്യാൻ വരും. അപ്പം നമ്മൾ നിർഭയരായിരിക്കുക. ഓരോ ശ്രീമതവും ബാബയുടെ ഓരോ ചുവടും ബാബയുടെ ശ്രീമതം അനുസരിച്ചിരിക്കുക. മായ ഇടയ്ക്ക് യുദ്ധം ചെയ്യാൻ വരും. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഒരേയൊരു ബാബയിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. മറ്റാരുടെ കാര്യങ്ങളും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പം മായ എന്ത് ചെയ്യും? ആ യുദ്ധം അവിടെ സ്റ്റോപ്പാക്കും, മായയുടെ യുദ്ധം ഒഴിവാക്കും. ഉയർന്ന പദവി പ്രാപ്തമാക്കാനുള്ള ആധാരം 2 കാര്യങ്ങൾ ബാബ പറഞ്ഞു തന്നു. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? ബാബയുടെ ഡയറക്ഷനിൽ നടന്നുകൊണ്ടിരിക്കുക. രണ്ടാമത്തേത് ആത്മീയ സേവനത്തിൽ മുഴുകിയിരിക്കുക. സത്യസത്യമായിട്ട് ഇരിക്കുക. ബാബയെ ലഭിച്ചു, ബാബയുടെ ശ്രീമതം ലഭിച്ചു, കുട്ടികളത് അംഗീകരിച്ചു. താങ്കൾ മരിച്ചാൽ എന്താണ്? ഒരു ഗീതമുണ്ട്, താങ്കൾ മരിച്ചാൽ ഈ ലോകം തന്നെ മരിക്കുമെന്ന്. അതുകൊണ്ട് ആ ലോകം എല്ലാം തീർന്നാൽ എന്താകും? നമ്മൾ ഉയർന്ന പദവിയെ പ്രാപ്തമാക്കും. 2 കാര്യങ്ങൾ ബാബ പറഞ്ഞു തന്നു.
വേറെ എന്തൊക്കെയാ ബാബ പറഞ്ഞ? ഗീതം എന്തായിരുന്നു? താങ്കളെ പ്രാപിച്ച് ഞങ്ങൾ മുഴുവൻ വിശ്വവും പ്രാപിച്ചു എന്നത്. ഇപ്പോൾ ബാബ ആദ്യം പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്ന് നമ്മുടെ രാജ്യം തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ തട്ടിയെടുത്തു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പക്ഷെ ആദ്യമായിട്ട് നമ്മളെ തട്ടിക്കൊണ്ടുപോയത് ആരാണ്? രാവണനാണ്, മായയാണ്. ആസുരീയ മതത്തിലൂടെയാണ് ആദ്യമായിട്ട് നമ്മളിൽ നിന്ന് നമ്മുടെ രാജ്യം തട്ടിക്കൊണ്ടുപോയതെന്ന് ബാബ പറഞ്ഞു. വേറെ എന്തൊക്കെയാ പറഞ്ഞേ? അതായത് സീ നോ ഇവിൽ, ഹിയർ നോ ഇവിൽ, ഇതിൻ്റെ രഹസ്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു. ആരംഭത്തിൽ നമ്മുടെ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ബാബ പറഞ്ഞു വളരെ കടുത്തതാണെന്ന് പറഞ്ഞു. ആരംഭ സമയത്ത് ആദ്യത്തെ 7 ദിവസം നമ്മളെ ഭട്ടിയിലിരുത്തും, ധാരണ ചെയ്യണം. ആ സമയത്ത് നമ്മളൊരു കത്ത് പോലും എഴുതരുത്, മറ്റ് ഒന്നിനെ പറ്റിയും നമ്മൾ ആലോചിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥയിൽ അതുപോലെ ഇരുത്തുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എവിടെ വേണമെങ്കിലും ഇരുന്നുകൊള്ളൂ, പക്ഷേ ഒരേ ഒരു കാര്യം ബാബയുടെ ഓർമ്മയിലിരിക്കണം എന്നുള്ളത്. ആദ്യമായിട്ട് പവിത്രരായി മാറണം, എന്നാൽ മാത്രമേ നമ്മുടെ ബുദ്ധിയിൽ ധാരണയാവുകയുള്ളൂ പറഞ്ഞു. ബാബ പറഞ്ഞു, നമ്മളെല്ലാം വാനപ്രസ്ഥ അവസ്ഥയിലെത്തി, എന്നിട്ടും കൂടി എന്ത് ചെയ്യുന്നു? നമ്മൾ വികാരത്തിലേക്ക് പോകുന്നവരുണ്ട്. വാനപ്രസ്ഥ അവസ്ഥയിലെത്തിയിട്ടും കൂടി ആ അവസ്ഥയിലും കൂടി മായ എന്ത് ചെയ്യും? നമ്മളെ അധികം വന്നിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും. അപ്പോൾ അതിലേക്ക് വീണു പോകരുതെന്ന് പറഞ്ഞു. കൂടുതലും മായയുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, മായാജിത്താകാനുള്ള ടിപ്സും കൂടി ബാബ ഇന്ന് പറഞ്ഞു തന്നിരുന്നു. മായയുടെ ബോക്സിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷേ എന്ത് ചെയ്യണം? നമുക്ക് ഒരു ഉറച്ച വിശ്വാസം നമ്മൾ ഉണ്ടാകണം. ഇതെല്ലാം ഡ്രാമയിൽ ഫിക്സ് ആണെന്നും കൂടി പറഞ്ഞു തന്നു. ഇനി ചില കുട്ടികൾ ഇങ്ങനെ കത്തെഴുതാറുണ്ട്, അതായത് ഞങ്ങളിൽ കൃപ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബാബ പറഞ്ഞു, ഞാൻ അഥവാ കൃപ കാണിക്കുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാവരും മഹാരാജാവായിട്ട് മാറും എന്ന് ബാബ പറഞ്ഞു. നമ്മുടെ പുരുഷാർത്ഥമാണ് എല്ലാത്തിൻ്റെയും ആധാരമായിട്ട് വരുന്നത്. ബ്രഹ്മബാബയുടെ കാര്യം പറഞ്ഞു. നാരായണൻ്റെ പൂജയൊക്കെ ധാരാളമായിട്ട് ചെയ്യുമായിരുന്നു, ഭക്തിയും കൂടി അനേകം ചെയ്യുമായിരുന്നു. രാത്രി ക്ലാസ്സിൽ ബാബ പറഞ്ഞു, അതായത് ഞാൻ അവിടെ അങ്ങനെ ഒരു അവസ്ഥ കൂടെ വരും. അതായത് നൽകുന്ന ആൾക്കൊന്നും കൊടുക്കാനുണ്ടാവില്ല, എടുക്കുന്ന ആൾക്കൊന്നും സ്വീകരിക്കാനുണ്ടാവില്ല, എല്ലാം സ്റ്റോപ്പ് ആവും. അപ്പോൾ ഡ്രാമയുടെ ആ ഒരു പാർട്ടും കൂടി തീരും. പിന്നെയുള്ള പാർട്ടെന്ന് പറഞ്ഞാൽ ബാബയുടേത് ശാന്തിധാമത്തിലായിരിക്കും, നമ്മുടെ പാർട്ട് പുതിയ രാജധാനിയിലും ഉണ്ടാകും എന്ന് ബാബ പറഞ്ഞു. വികാരത്തിൽ പോയവർ, അവരുടെ കാര്യം കൂടി പറഞ്ഞു. വികാരത്തിൽ പോയാൽ അവരെ 12 മാസത്തേക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുതെന്ന് ബാബ പറഞ്ഞു. പക്ഷെ ചില പെൺകുട്ടികളുണ്ടാവും, എന്താണ്, മായയുടെ പ്രഹരം അവർക്കധികം മായയുടെ അല്ല, മറ്റുള്ളവരുടെ പ്രഹരമൊക്കെ അത്രയും അധികം സഹിക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ ഗന്ധർവ വിവാഹം കൂടി ചെയ്യാറുണ്ട്. ഗന്ധർവ വിവാഹം ചെയ്തതിന് ശേഷം പവിത്രരായിരിക്കുന്ന കുട്ടികളും കൂടിയുണ്ട്. ചിലർ എന്ത് ചെയ്യും? വീണു പോകുന്ന കുട്ടികളും മറുഭാഗത്തുണ്ടെന്ന് ബാബ പറഞ്ഞു. സറണ്ടറായിട്ട് മാറുകയാണെങ്കിൽ, സറണ്ടറായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിതമാവുകയാണെങ്കിൽ ബാബ പറയും, ഇനി ആരായി മാറണം? ട്രസ്റ്റി ആയിട്ട് മാറണം, സൂക്ഷിപ്പുകാരായിട്ട് മാറണം എന്ന് ബാബ പറഞ്ഞു. നമ്മൾ ആത്മീയതയുടെ സുഗന്ധം നമ്മളെപ്പോഴും പരത്തിക്കൊണ്ടിരിക്കുക, ആത്മീയ പുഷ്പമായിട്ട് മാറാനും കൂടി ബാബ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരാണ് ആരായി മാറുന്നത്? ആത്മീയ സേവാധാരിയായിട്ട് മാറുന്നത്. അവർ എന്ത് ചെയ്യും? ഞാൻ ആത്മാവാണ്, പരമാത്മാവായ ബാബയുടെ കുടക്കീഴിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അനുഭവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ ദൃഷ്ടിയൊക്കെ എന്താകും? നമ്മുടെ ദൃഷ്ടിയിലെപ്പോഴും പരമാത്മാവ് സമാവേശമായിരിക്കുകയാണ്. ഞാൻ ആ ആത്മാവിനെ തന്നെയാണ് നോക്കുന്നത്, അവരോടാണ് വർത്തമാനം പറയുന്നത്. ഇതെല്ലാം നമ്മളിൽ തന്നെ ഉണ്ടാകും.
അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്പർ 1 വിശേഷത എന്ന് കൂടി പറഞ്ഞു. ആത്മീയ സേവാധാരിയുടെ നമ്പർ 1 വിശേഷത കൂടി അതാണ്. നമ്മുടെ സ്ഥിതി ഏകരസമായിരിക്കും, അവിനാശിയായിട്ട് ഇരിക്കും. അപ്പോൾ നിർവിഘ്നരായിട്ട് മാറി സേവയിൽ മുന്നോട്ട് പോകുക അർത്ഥമാണ് ഭാഗ്യശാലി, നമ്പർ 1 ഭാഗ്യശാലിയായിട്ട് മാറുന്നത്. സ്ലോഗനിൽ ബാബ പറഞ്ഞു. ഓം ശാന്തി. भूलेंगे बाबा तेरा दुलार, नहीं भूलेंगे बाबा तेरा दुलार। मधुबन में जो